ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അടിപൊളി ഒരു കാബേജ് പൂരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കാബേജ് വളരെ നല്ല ഗുണമുള്ളതാണ്. അതുകൊണ്ട് കാബേജ് കൊണ്ട് നമുക്ക് പൂരി ഉണ്ടാക്കി കഴിച്ചാൽ വളരെ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയേക്കാൾ വളരെ സോഫ്റ്റും രുചികരവുമാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു കാബേജ് പൂരിയാണിത്. ഇത് 1.5 കപ്പ് മാവാണ്. ആദ്യം 1 കപ്പിട്ടു, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, പിന്നെ 1/2 കപ്പ് മാവും കൂടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ഫ്രൈയിങ് പാനിൽ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ഇഞ്ചി ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ കൊത്തി അരിഞ്ഞിട്ടു. 2 പച്ചമുളക്, വലിയ പച്ചമുളകാണ് എരിവുള്ള, അത് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ചോപ്പ് ചെയ്തതാണ്, ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണിത്. സവാളയും കൂടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കൂടെ നിന്ന് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്. ഇത് സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് സവാളയുടെ പച്ചമണം മാറുമ്പോൾ കാബേജ് 200 ഗ്രാം കാബേജ് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണ്. കാബേജ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കാബേജ് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് നമുക്ക് വഴറ്റി എടുക്കാവുന്നതാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഇപ്പോൾ കുറച്ചൊന്നും വെക്കണ്ട. ഞാൻ ചെറിയ ബർണറായത് കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റാണ് വഴറ്റുന്നത്. വലിയ ബർണറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കൂടെ നിന്ന് 5 മിനിറ്റ് വഴറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ്. നല്ല ഒന്ന് നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. കാബേജ് പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം. അതായത് ഇതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില കൂടി മാവിൻ പൊടിയിൽ ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് മാവാണ് എടുത്തത്. 1/2 ടീസ്പൂൺ ഉപ്പും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, ഈ മുളകെന്ന് പറഞ്ഞാൽ ചതച്ച മുളകാണ്. ചതച്ച മുളക് പൊടി 2 ടീസ്പൂൺ ഇടാം. അപ്പം പൂരി കഴിക്കുമ്പോഴും എരിവ് വരും. എന്നിട്ട് 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കുഴയ്ക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. നേരെ ഉപ്പിട്ടത് 1/2 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി മാവിൽ. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് ഈ പച്ചക്കറി ഇതെല്ലാം കൂടി ഇതിൽ മാവിലോട്ട് ലയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് 1/4 കപ്പ് വെള്ളവും 1/4 കപ്പും ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പുട്ടിനൊക്കെ നമുക്ക് വെള്ളം തളിക്കുന്ന പോലെ കുറച്ച് തളിച്ച് നമുക്ക് പൂരി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ പരുവത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. പൂരി ഉണ്ടാക്കുന്ന തരത്തിൽ എങ്ങനെയാണോ മാവ് എടുക്കുന്നത് അതുപോലെ നമുക്ക് ഇതുപോലെ മാവിങ്ങനെ കുഴച്ച് പരുവാക്കി എടുക്കാവുന്നതാണ് നമുക്കിതാ. എന്നിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടുന്നതാണ്. എന്നിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ മാവും കൂടി ഇതിനോടൊപ്പം തന്നെ ഇട്ട് കുഴച്ചാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതായത് ഇതുപോലെ മാവും കൂടി ചേർത്ത് നമുക്ക് കുഴച്ച് ഇങ്ങനെ പരുവാക്കി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വച്ചേക്കുക അടച്ച്. അപ്പോഴേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ മാവിലോട്ട് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും വയ്ക്കണം. അതിന് ശേഷം മാത്രമേ എടുത്ത് പൂരി ഉണ്ടാക്കാൻ പാടുള്ളൂ. അതിനി നമുക്കിത് ഒരു അടപ്പ് കൊണ്ട് ഇതിൻ്റെ അടച്ചൊന്ന് വച്ചേക്കാം. ഒരടപ്പ് കൊണ്ട് നമുക്കിനി അടച്ച് വയ്ക്കാം. മൂടി കൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഉരുളകളാക്കി പൂരി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ കൊച്ച് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് പൂരിയുടെ മാവ് എങ്ങനെയാണോ നമ്മൾ പരത്തിയെടുക്കുന്നത് അതുപോലെ. എന്നിട്ട് കുറച്ച് ഈ എണ്ണ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിലിൽ ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ ഈ മാവ് മുക്കുക. മാവ് മുക്കിയതിന് ശേഷം പരത്താവുന്നതാണ്. ഓയിൽ ഉപയോഗിക്കാത്തവർ നമ്മൾ ഈ ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് തൂറ്റിയതിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ്. ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഓയിൽ എടുത്തന്നേ ഉള്ളൂ. ഗോതമ്പ് മാവിട്ട് പരത്തിയും പൂരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചെയ്യാവുന്നതുമാണ്.
ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഗോതമ്പ് മാവിട്ട് പരത്തിയാലും വളരെയധികം ടേസ്റ്റാണ്. ഇത് ഞാൻ എന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുന്നതാണ്. അത് ആ പൂരിയുടെ ഷേപ്പിലായി. എന്നിട്ട് എണ്ണ ചൂടാകുന്നതിന് ശേഷം മാത്രം ഇടുക. തണുത്ത എണ്ണയിൽ ഇടരുത്, ഈ പൊള്ളി വരത്തില്ല. ചൂടായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. നല്ലവണ്ണം എണ്ണ ചൂടാവണം. ചൂടായി പൂരി ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചൂടോടെ തന്നെ അത് കഴിക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. നല്ല രുചിയേറിയതാണ്. കണ്ടോ, നല്ല മുളകൊക്കെ ചതച്ചിട്ടത് കാരണം നല്ല ടേസ്റ്റാണ് ഇതിൽ. കാബേജിൻ്റെ നല്ല കാബേജ് പൂരി വളരെ എത്ര കഴിച്ചാലും നമുക്ക് മതിയാകത്തില്ല. അതാ കണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. അവർക്ക് സ്കൂളിലും കൊടുത്തു വിടാവുന്നതാണിത്. അവർക്ക്